കൃഷ്ണൻ പഴയ കാര്യങ്ങൾ ഓരോന്നായി ഓർത്തു. മക്കളും ബന്ധുക്കളും കുരുക്ഷേത്രത്തിൽ മരിച്ചു കിടക്കുന്നത് കണ്ട് കാന്താരി ദുഃഖിക്കുന്നത്. 36-ാമത്തെ വർഷത്തിൽ കൃഷ്ണനും അതേ ഗതി വരുമെന്ന് ശപിച്ച കാര്യങ്ങളെല്ലാം ഭഗവാന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. കേശവൻ വൃഷ്ണ്യന്തകന്മാർക്ക് ഇപ്രകാരം കൽപ്പന കൊടുത്തു: വീരന്മാരെ, നിങ്ങളെല്ലാവരും സമുദ്രതീരത്തേക്ക് തീർത്ഥയാത്ര പോകുവിൻ. കൃഷ്ണന്റെ ആജ്ഞയനുസരിച്ച് എല്ലാവരും അന്തഃപുര സ്ത്രീകളോടൊപ്പം തീർത്ഥയാത്രയ്ക്ക് തയ്യാറായി. ഭക്ഷ്യസാധനങ്ങളും മദ്യവും മാംസവും ധാരാളം അവർ കരുതി. കടൽ തീരത്തിയെന്ന് അവർ പല വീടുകളിലായി കുടുംബസമേതം താമസിച്ചു. യോഗിയായ ഉദ്ധവൻ മാത്രം രാമകൃഷ്ണന്മാരെ നമസ്കരിച്ച് യാത്ര പറഞ്ഞ് എങ്ങോട്ടോ പോയി. വൃഷ്ണ്യന്തകന്മാരുടെ നാശം അടുത്തതായി അറിയാമായിരുന്ന ഭഗവാൻ അവന്റെ പോക്കിനെ തടുത്തില്ല. പിന്നീട് എല്ലാവരും കടൽ തീരത്തുകൂടി പാട്ടും കൂത്തുമായി ദിവസങ്ങൾ കഴിച്ചു. പെരുമ്പറകൾ അടിച്ച് ഘോഷമുണ്ടാക്കി. മദ്യമാർത്തു കുടിച്ച് ലക്കില്ലാതെ നൃത്തം ചെയ്ത് രസിച്ചു. ഒരു ദിവസം കുടിച്ച് അബോധാവസ്ഥയിലായ സാത്വികിയും കൃതവർമാവും തമ്മിൽ ഭയങ്കര വഴക്കുണ്ടായി. കുളിച്ചുന്മത്തനായ സാത്വികി ബലരാമനുമായി കുടിച്ചുകൊണ്ടിരിക്കുന്ന കൃതവർമാവിന് നേരെ വിരൽ ചൂണ്ടി ഇപ്രകാരം പറഞ്ഞു: ചത്ത മാതിരി കിടന്നുറങ്ങുന്ന ക്ഷത്രിയരെ വെട്ടിക്കൊന്ന എല്ലാവരും ലോകത്തിലുണ്ടോ? ആരെങ്കിലും ലോകത്തിലുണ്ടോ? നീ ചെയ്തിയ കൊടും കൊലയുണ്ടല്ലോ, അത് യാദവർ പൊറുക്കില്ല. അത് കേട്ട് കൈകൊട്ടി ചിരിച്ചുകൊണ്ട് പ്രദ്യുമ്നൻ പറഞ്ഞു: ഏഷ്, അസല് കാര്യമാണ് സാത്വികി പറഞ്ഞത്. ഉടനെ കൃതവർമാവ് സാത്വികിയുടെ നേരെ അലറി: ഈ പറഞ്ഞവൻ മഹാവീരൻ തന്നെ. കൈപോയി പ്രായോപദേശം ചെയ്ത് അനങ്ങാതെ ധ്യാനിച്ചിരിക്കുന്ന പോരിശ്രവസിനെ തല വെട്ടിക്കളഞ്ഞ യോഗ്യനാണ് ഈ പറഞ്ഞതെന്ന് ഓർക്കണം. മഹായോഗ്യൻ തന്നെ. അപ്പോൾ കൃഷ്ണൻ സങ്കടത്തോടെ എന്നാൽ ദേഷ്യത്തോടെ അവനെ തുറിച്ചു നോക്കി. ഉടനെ സാത്വികി കൃഷ്ണനോടായി പറഞ്ഞു: സത്രാജിത്തിന്റെ സ്യമന്തകരത്നം നഷ്ടപ്പെട്ട കാലത്ത് അപവാദം പറഞ്ഞു പരത്താൻ ഒരുങ്ങി നടന്ന കൃതജ്ഞന്റെ വാക്ക് കേട്ടിട്ടില്ലേ? അപ്പോൾ കൃഷ്ണന്റെ മടിയിൽ ചാരിക്കിടന്നിരുന്ന സത്യഭാമ നിറഞ്ഞ കണ്ണുകളോടെ കൃഷ്ണനെ നോക്കി. കൃതവർമാവിനോട് എതിർക്കുവാനായി കൃഷ്ണനെ അവൾ പ്രേരിപ്പിച്ചു. അപ്പോഴേക്കും സാത്വികി ചാടി എഴുന്നേറ്റ് ഗർജിച്ചു: പാഞ്ചാലി പുത്രന്മാർ 5 പേർക്കും ദൃഷ്ടദ്യുമ്നനും ശിഖണ്ഡിക്കും കൂട്ടായി ഇപ്പോൾ നിന്നെ ഞാൻ അയച്ചു കളയാം. ഞാൻ പറഞ്ഞത് സത്യമാണ്. അവരെയെല്ലാം സൗപ്തികത്തിൽ കൊല്ലാൻ ദ്രോണപുത്രന് തുണയായി നിന്ന ആ കൊലപാതകി കൃതവർമാവാണ്. ഇവന്റെ ആയുസ്സും യശസ്സുമൊക്കെ ഇതാ അവസാനിച്ചു സത്യഭാമേ. എന്നിട്ട് ഓടിച്ചെന്ന് വാളൂരി കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് തന്നെ സാത്വികി കൃതവർമാവിന്റെ തല വെട്ടി വീഴ്ത്തി. ചുറ്റും നിന്നിരുന്ന അവന്റെ സഹായികളെയും വെട്ടിക്കൊല്ലുന്ന സാത്വികിയെ കൃഷ്ണൻ തടയാനായി പാഞ്ഞു ചെന്നു. അപ്പോഴേക്കും എല്ലാവരും വളഞ്ഞിട്ട് പാത്രങ്ങൾ എടുത്തടിച്ച് സാത്വികിയെ വീഴ്ത്തി. അവനെ സഹായിക്കാനായി ഓടിച്ചെന്ന പ്രദ്യുമ്നെയും ഭോജന്മാർ വളഞ്ഞു. കൃഷ്ണൻ കണ്ടു നിൽക്കെ തന്നെ 2 പേരെയും അവർ കൊന്നുകളഞ്ഞു. സാത്വികിയെയും തന്റെ പ്രിയപ്പെട്ട പുത്രനെയും വധിച്ചപ്പോൾ ക്രോധത്തോടെ കൃഷ്ണൻ ഒരു പിടി ഏരകപ്പുല്ല് നിലത്തു നിന്നും പറിച്ചെടുത്തു. ഉടനെ അതെല്ലാം ഇരുമ്പുലക്കുകളായി മാറി. മുമ്പ് മഹർഷിമാരുടെ ശാപത്താൽ സാമ്പൻ ഒരു ഇരുമ്പുലക്ക പ്രസവിക്കുകയുണ്ടായല്ലോ. ആ ഉലക്ക രാജാവിന്റെ കൽപ്പനയനുസരിച്ച് രാവിലെ പൊടിയാക്കി കടലിൽ കളഞ്ഞിരുന്നു. ആ പൊടികളെല്ലാം കരയ്ക്കടിഞ്ഞ് ഏരകപ്പുല്ലുകളായി രൂപാന്തരം പ്രാപിച്ചു. ആ പുല്ലുകൾ പിഴുതെടുത്ത ഉടനെ ഇരുമ്പുലക്കകളായി തീർന്നു. അത്തരം ഇരുമ്പുലക്കകൾ കൊണ്ട് അടിച്ച് മുമ്പിൽ നിന്നവരെയെല്ലാം കൃഷ്ണൻ വധിച്ചു. അങ്ങനെ ഏരകപ്പുല്ലുകൾ പറിച്ചെടുത്ത് തമ്മിൽ അടിച്ച് ഓരോരുത്തരായി മരിച്ചു വീണുകൊണ്ടിരുന്നു. സാമ്പനും
ചാരുദേഷ്ണനും ഗദനും വീഴുന്നത് കണ്ട കൃഷ്ണൻ ശേഷിച്ച എല്ലാവരെയും അടിച്ചു കൊന്നു. അതിനുശേഷം ബഭ്രുവും ദാരുകനും പറഞ്ഞതനുസരിച്ച് കൃഷ്ണൻ അവരോടൊപ്പം ബലരാമൻ പോയ ദിക്കിലേക്ക് നടന്നു. കുറച്ചു ചെന്നപ്പോൾ ഒരു മരച്ചുവട്ടിലായി അദ്ദേഹം ഇരിക്കുന്നതായി കണ്ടു. ചിന്താമഗ്നനായി ഇരിക്കുന്ന ജ്യേഷ്ഠന്റെ അടുത്തേക്ക് കൃഷ്ണൻ ചെന്നു. ബ്രഹ്മശാപം മൂലം യദുക്കൾ മരിച്ച വിവരം വേഗം പോയി അർജുനനെ അറിയിക്കാനായി അവൻ ദാരുകനെ വിട്ടു. ദാരുകൻ ഉടനെ കുരുരാജ്യത്തേക്ക് പോയി. കൃഷ്ണൻ ബഭ്രുവിനെ യാദവ സ്ത്രീകളുടെ രക്ഷയ്ക്കായി പറഞ്ഞുവിട്ടെങ്കിലും അവനും വേടന്റെ ഇരുമ്പുലക്കയാൽ വധിക്കപ്പെട്ടു. അന്ന് കണ്ട കൃഷ്ണൻ സ്ത്രീകളെ ദ്വാരകയിലാക്കി വരാമെന്ന് ബലരാമനോട് പറഞ്ഞു അങ്ങോട്ട് പോയി. വസുദേവരുടെ അടുത്തെത്തി ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: ധനഞ്ജയൻ വന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്നത് വരെ അച്ഛൻ അവരെ കാത്തുരക്ഷിക്കണം. രാമൻ എന്നെ കാട്ടിൽ കാത്തിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകട്ടെ. യാദവർക്ക് വന്നു ചേർന്ന നാശം ഞാൻ കണ്ടു. മുമ്പേ കുരുക്കൾക്കും ഇപ്രകാരം തന്നെയാണല്ലോ സംഭവിച്ചത്. ഞാൻ രാമനോടൊപ്പം തപസ് ചെയ്യാൻ വനത്തിലേക്ക് പോവുകയാണ്. അച്ഛന്റെ കാൽക്കൽ നമസ്കരിച്ച് പെട്ടെന്ന് കൃഷ്ണൻ അവിടെ നിന്നും പോന്നു. കൃഷ്ണൻ പുറപ്പെട്ടപ്പോൾ അന്തഃപുര സ്ത്രീകൾ ദയനീയമായി നിലവിളിച്ചു. അർജുനൻ ഉടനെ വന്ന് അവരുടെ ദുഃഖം തീർക്കുമെന്ന് പറഞ്ഞ് കൃഷ്ണൻ നേരെ രാമന്റെ അടുത്തേക്ക് പോയി. കാട്ടിലെത്തിയപ്പോൾ ബലരാമൻ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നതാണ് കണ്ടത്. ആ സമയത്ത് ജ്യേഷ്ഠന്റെ വായിൽ നിന്നും ഒരു സർപ്പം പുറത്തു വന്നു. സമുദ്രത്തിലൂടെ പോയി ശ്വേതദ്വീപിൽ ചെന്നു ചേരുന്നതായി ഭഗവാൻ ദർശിച്ചു. 1000 പണമുള്ളവനായ അവൻ തന്റെ ആദ്യത്തെ ദേഹം വിട്ടു ചെന്നപ്പോൾ സാഗരം അവനെ സ്വീകരിച്ചു. കാർക്കോടകൻ, വാസുകി, തക്ഷകൻ, വരുണൻ എന്നിവർ സ്വാഗതം ചെയ്ത് അവനെ വാഴ്ത്തി. തന്റെ ജ്യേഷ്ഠൻ അങ്ങനെ പോയപ്പോൾ ദിവ്യദൃഷ്ടി കൊണ്ട് എല്ലാം മനസ്സിലാക്കിയ ഭഗവാൻ ഏകനായി വനാന്തരങ്ങളിൽ ചിന്താമഗ്നനായി ചുറ്റിക്കറങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ഒരിടത്ത് ചെന്നിരുന്ന് കഴിഞ്ഞകാല കഥകൾ ഓരോന്നായി ഓർമ്മിക്കാൻ തുടങ്ങി. പണ്ട് ഗാന്ധാരി പറഞ്ഞ വാക്കുകൾ അവന്റെ ചെവിയിൽ മുഴങ്ങുന്നതായി തോന്നി. കുരുക്കളുടെയും യദുക്കളുടെയും നാശങ്ങൾ കൃഷ്ണൻ താരതമ്യപ്പെടുത്തി നോക്കി. തനിക്ക് പോകേണ്ട കാലം വന്നു കഴിഞ്ഞു എന്ന് അപ്പോൾ ഭഗവാന് മനസ്സിലായി. ഇന്ദ്രിയങ്ങൾ അടക്കിക്കൊണ്ട് യോഗിയെപ്പോലെ കൃഷ്ണൻ നിശ്ചലനായി കിടന്നു. അപ്പോൾ ജര എന്നൊരു വേടൻ നായാട്ടിനായി ആ വഴിക്ക് വന്നു. ഒരു മാനാണ് കിടക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് കൃഷ്ണന് നേരെ അവൻ അമ്പെയ്തു. മാനിനെ പിടിക്കാനായി ഓടിയെത്തിയ വേടൻ അപ്പോൾ കണ്ടത് മഞ്ഞ പട്ടുടുക്കത്ത് കിടക്കുന്ന ഭഗവാൻ കൃഷ്ണനെയാണ്. ജര ഉടനെ താൻ ചെയ്തു പോയ മഹാ അപരാധത്താൽ വേദനിച്ച് കൃഷ്ണന്റെ കാൽക്കൽ വീണു പൊട്ടിക്കരഞ്ഞു. നീ തെറ്റ് ചെയ്തിട്ടില്ല, ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞ് ഭഗവാൻ അവനെ സമാധാനിപ്പിച്ചു. അതിനുശേഷം കൃഷ്ണന്റെ ആത്മാവ് മുകളിലേക്ക് ഉയർന്നു. പിന്നെ ദേവകൾ, മുനിമാർ എന്നിവരോടൊപ്പം ഭഗവാൻ ചെന്ന് ചേർന്നു. ഗന്ധർവന്മാരും അപ്സര സ്ത്രീകളും ദേവേന്ദ്രനുമെല്ലാം പുരുഷോത്തമനെ സ്തുതിച്ചു. വൃഷ്ണി ഭോജാന്തകന്മാർ തമ്മിലടിച്ചു മുടിഞ്ഞ വിവരം ദാരുകനിൽ നിന്നും അറിഞ്ഞ പാണ്ഡവന്മാർ അങ്ങേയറ്റം ദുഃഖിച്ചു. കൃഷ്ണന്റെ പ്രാണപ്രിയനായ അർജുനൻ ഉടനെ അമ്മാവനെ കാണാനായി ദ്വാരകയിലേക്ക് തിരിച്ചു. അതൊന്നും ശരിയായിരിക്കില്ല എന്നൊരു തോന്നലായിരുന്നു അർജുനന്റെ മനസ്സിൽ അപ്പോഴും. പക്ഷെ ദ്വാരകയിലെത്തി എല്ലാം നേരിട്ട് കണ്ടപ്പോൾ അവന്റെ ഹൃദയം തകർന്നുപോയി. കൃഷ്ണന്റെ 16,000 ഭാര്യമാർ അർജുനനെ കണ്ടപ്പോൾ വാവിട്ട് നിലവിളിച്ചു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അർജുനൻ ഒന്നും പറയാനാവാതെ നിന്നു. ഭർത്താവും മക്കളും നഷ്ടപ്പെട്ട ആ സ്ത്രീകളുടെ സങ്കടം അവർണ്ണനീയമായിരുന്നു. വൃഷ്ണിവീരന്മാർ കൂടാതെയുള്ള ദ്വാരകയെ അർജുനന് സങ്കല്പിക്കാനാവില്ലായിരുന്നു. കഴിഞ്ഞുപോയ നല്ല കാലത്തിന്റെ മധുരസ്മരണയിൽ മുങ്ങി അവൻ നിന്നുപോയി. ചെറുപ്പത്തിൽ താൻ കൃഷ്ണനുമൊത്ത് കളിച്ചു നടന്നിരുന്നതും മറ്റും ഓരോന്നായി അദ്ദേഹത്തിന് മനസ്സിൽ വന്നു മറഞ്ഞു. അങ്ങനെ ഓരോ കഥകളും മറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒടുവിൽ ശവിച്ചു കിടക്കുന്ന ദ്വാരക
എന്ന യാഥാർത്ഥ്യത്തിൽ എത്തി നിന്നപ്പോൾ അദ്ദേഹം ഹൃദയം തകർന്നവനെ പോലെ വാവിട്ട് നിലവിളിച്ചു. ഉടനെ ബോധം കെട്ട് നിലത്തു വീണു. അപ്പോൾ സത്യഭാമ, രുക്മിണി തുടങ്ങിയവർ കരഞ്ഞുകൊണ്ട് അർജുനന് ചുറ്റും വന്നു നിന്നു. അവനെ അവർ താങ്ങിയെടുത്ത് സ്വർണ്ണ പീഠത്തിലിരുത്തി. കുറെ നേരം എല്ലാവരും നിശബ്ദരായി നിന്നു. പിന്നീട് അർജുനൻ അവരെ സമാധാനിപ്പിച്ച ശേഷം അമ്മാവനെ കാണാൻ പോയി.